കഴക്കൂട്ടം മുക്കോല ദേശീയപാത ബൈപ്പാസ് 4 വരിയാക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടന പരിപാടിയായിരുന്നു ചടങ്ങ്. സംസ്ഥാന സർക്കാരിന്റെ ദീർഘകാല നാളത്തെ ആവശ്യമായിരുന്ന നിരവധി റോഡ് വികസന പദ്ധതികൾക്ക് അനുമതി നൽകുകയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. Sanctioning all these projects and the total cost is A plus B plus C plus D is coming 34,000 crores. കോഴിക്കോട് തലശ്ശേരി ബൈപ്പാസുകൾ, മൂന്നാർ തമിഴ്നാട് റോഡ്, പുനലൂർ തമിഴ്നാട് റോഡ്, കണ്ണൂർ എയർപോർട്ട് ദേശീയപാത റോഡ് എന്നിവ ഇതിൽ ഉൾപ്പെടും. ഇതുകൂടാതെ കഴക്കൂട്ടം ടെക്നോ പാർക്ക് എലിവേറ്റഡ് റോഡിനും അനുമതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ബൈപ്പാസ് നിർമ്മാണോദ്ഘാടന ഫലകത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരന്റെ പേര് പ്രോട്ടോകോൾ ലംഘിച്ച് ഉൾപ്പെടുത്തിയതാണ് വിവാദമായത്. ഇതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്ന് UDF, LDF MLA മാർ പറഞ്ഞു. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത മുരളീധരനെ ഇവിടെ MLA മാരുടെ മുമ്പിൽ പേര് അദ്ദേഹത്തിന്റെ മാത്രം വയ്ക്കുകയും ഈ ശിലാഫലകത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശിലാഫലകം കേരളത്തിൽ ഉണ്ടാകുന്നത്. തന്റെ പ്രസംഗത്തിലുടനീളം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പരാമർശങ്ങളാണ് ഗഡ്കരി നടത്തിയത്. ഇതിന്റെ പ്രതിഫലനം സദസ്സിലുമുണ്ടായി. BJP കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം മുദ്രാവാക്യം വിളിച്ചാണ് വേദി വിട്ടത്. മീഡിയ 1 തിരുവനന്തപുരം.